ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ 17-ാം ദിനമായ ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന വിഷയം അഗണ്യമായ ഭക്തി അഥവാ ഇമ്മെഷറബിൾ ഡിവോഷൻ എന്നുള്ളതാകുന്നുവല്ലോ. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 1-8. ഇവിടെ നമ്മുടെ കർത്താവായ യേശു മരിച്ചുവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് അത്താഴ വിരുന്നിനായി എത്തുന്ന പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണല്ലോ. യേശു ലാസറിനോട് പന്തിയിലിരിക്കവേ മറിയ കടന്നു വന്ന് വളരെ വിലയേറിയതായ സ്വച്ഛ ജടാമാംസ്യത്തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തുന്നു. തുടർന്ന് ഈ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയുന്നതായുള്ള ഒരു സാഹചര്യം. എന്നാൽ ഇത് കണ്ട യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാ ഇസ്കരിയോത്താവ് എന്തുകൊണ്ട് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തില്ല എന്ന് ചോദിക്കുന്നു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ ഇങ്ങനെ പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ യേശു പറഞ്ഞത് എന്തെന്നാൽ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങളുടെ അടുക്കൽ എല്ലായ്പ്പോഴും ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കില്ലതാനും എന്നത്രേ. വളരെ ആഴമേറിയതും വികാരഭരിതവുമായ ഈ ഭാഗം മഹത്തായ പ്രഖ്യാപനങ്ങളെക്കുറിച്ചോ അത്ഭുതകരമായ പ്രവൃത്തികളെക്കുറിച്ചോ അല്ല, പകരം യേശുവിനോടുള്ള മറിയയുടെ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഒരു പ്രഖ്യാപനമാണ്. അഥവാ മറിയയുടെ അളക്കാനാവാത്ത അല്ലെങ്കിൽ അഗണ്യമായ ഭക്തിയെക്കുറിച്ചാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യൂദാസിൻ്റെ ദൃഷ്ടിയിൽ അമിതവും പാഴായതുമായി തോന്നിയ പ്രവൃത്തി സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ആഴമായ പ്രകടനമാണ്. സുഗന്ധദ്രവ്യത്തിൻ്റെ വിലയെക്കുറിച്ചോ മറ്റുള്ളവർ എന്തു വിചാരിച്ചേക്കാമെന്നതിനെക്കുറിച്ചോ അവൾ വിഷമിക്കുന്നില്ല. പകരം ഒന്നും മറച്ചു വയ്ക്കാതെ ഒരു മടിയും കൂടാതെ അവൾ തൻ്റെ ഏറ്റവും മികച്ചത് നൽകുന്നു. ഇത് മറിയയുടെ ത്യാഗമനോഭാവത്തെ കുറിക്കുന്നു. മറ്റൊന്ന്, മറിയ നമുക്ക് മുന്നിൽ കാണിച്ച വിനയത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരു അതിഥിയുടെ പാദങ്ങളിൽ അഭിഷേകം ചെയ്യുന്നത് വിനയത്തിൻ്റെ പ്രവൃത്തിയായിരിക്കെ ഒരു സ്ത്രീയുടെ മഹത്വത്തിൻ്റെ പ്രതീകമായ മുടികൊണ്ട് മറിയ ആ അഭിഷേകം ചെയ്യപ്പെട്ട കാലുകൾ തുടയ്ക്കുന്നു. തന്നെ പൂർണ്ണമായും താഴ്ത്തി പ്രതിഫലമോ അംഗീകാരമോ ആഗ്രഹിക്കാത്ത ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പൂർണ്ണ സേവനത്തിൻ്റെ സ്ഥാനത്ത് നിർത്തുന്ന മറിയെ നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നു. മറ്റൊന്ന്, മറിയയിൽ നാം കാണുന്ന ദീർഘവീക്ഷണമാണ്. അവളുടെ ഭക്തി വെറും വൈകാരികമായ ഒരു ഒഴുക്കല്ല, മറിച്ച് ഒരു പ്രവചന പ്രവൃത്തിയാണെന്നും യേശുവിൻ്റെ മരണത്തെയും ശവസംസ്കാരത്തിൻ്റെയും ഒരു സൂചനയാണെന്നും യേശു മനസ്സിലാക്കുന്നു. അവസാനമായി നാം മറിയയിൽ കാണുന്നത് അനിയന്ത്രിതമായ സ്നേഹമാണ്. മറിയയുടെ പ്രവൃത്തി അളക്കപ്പെട്ടതോ കണക്ക് കൂട്ടിയതോ ആയിരുന്നില്ല, അത് സ്നേഹത്തിൻ്റെ സ്വതസിദ്ധമായൊരു പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. അത് അളക്കാനാവാത്തതും അതിരുകളില്ലാത്തതും ആത്മാർത്ഥവുമായ ഭക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ പാഴാക്കലിനെ കുറിച്ച് ആശങ്കാകുലനായ യൂദാസ് ലൗകികമായ വീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു. എല്ലാം ഭൗതിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാനുള്ള പ്രവണതയിൽ യഥാർത്ഥ ഭക്തിയുടെ ആത്മീയ പ്രാധാന്യം, അളക്കാനാവാത്ത മൂല്യം എന്നിവ കാണുന്നതിൽ അവൻ പരാജയപ്പെടുന്നു. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ഭക്തി എത്ര തവണ നാം അളക്കുന്നു? ചെലവ് കണക്കാക്കി അപകട സാധ്യതകൾ തൂക്കി നോക്കി എത്ര തവണ നാം പിന്നോട്ട് പോകുന്നു? മറിയയുടെ മാതൃക അനിയന്ത്രിതമായ ഒരു ഭക്തി, ത്യാഗം ചെയ്യുവാൻ തയ്യാറുള്ളൊരു സ്നേഹം, സേവിക്കാൻ ശ്രമിക്കുന്ന ഒരു വിനയം എന്നിവ സ്വീകരിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. അഗണ്യമായ ഭക്തി മഹത്തായ ആംഗ്യങ്ങളെയോ പൊതുപ്രകടനങ്ങളെയോ കുറിച്ചല്ല, പകരം സ്നേഹത്തിൻ്റെ നിശബ്ദമായ പ്രവൃത്തികളെക്കുറിച്ചാണ്, നിസ്വാർത്ഥമായ ത്യാഗങ്ങളെക്കുറിച്ചാണ്. ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അചഞ്ചലമായ പ്രതിബദ്ധതയെക്കുറിച്ചാണ് മറിയയുടെ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാം. മറിയയുടെ അഗണ്യമായ ഭക്തി അനുകരിക്കാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭക്തി എന്നത് നാം എന്തു നൽകുന്നു എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് എന്തുകൊണ്ട് നൽകുന്നു എന്നതിനെക്കുറിച്ചാകണമെന്നും ഓർമ്മിക്കാം.
നമുക്ക് വളരെയധികം നൽകപ്പെട്ടതിനാൽ നാം നൽകുന്നു. യേശുവിൻ്റെ സ്നേഹത്തിനും ത്യാഗത്തിനും നന്ദിയുള്ളവരായതിനാലാണ് നാം നൽകുന്നത്. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, ഇന്ന് നമുക്ക് യേശുവിന് എന്ത് നൽകാൻ കഴിയും? നമ്മുടെ സമയവും കഴിവുകളും നിധികളും അവന് സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും അവന് സമർപ്പിക്കാൻ കഴിയുമോ? അത്തരത്തിൽ അഗണ്യമായ ഭക്തിയുടെ ഒരാത്മാവ് വളർത്തിയെടുക്കുമ്പോൾ, മറിയ യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയപ്പോൾ വീട് മുഴുവൻ നിറഞ്ഞു നിന്ന സൗരഭ്യം പോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് സുഗന്ധമുള്ള വഴിപാടായി സമർപ്പിക്കാം. നമ്മുടെ ഭക്തി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാകട്ടെ. മറ്റുള്ളവരും അങ്ങനെ ചെയ്യാൻ പ്രചോദിപ്പിക്കട്ടെ. ഈ നോമ്പുകാലം അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.